സാറേ എന്റെ മോനെ സാറ് ഉപേക്ഷിച്ചോ? എനിക്കറിയാം സാറേ എന്റെ മോന്റെ അവസ്ഥ. എന്റെ ഒരു വിശ്വാസമാണ് ഇവിടെ കൊണ്ടുവന്നത്. അവന് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ്. അവൻ എന്ത് വന്നാലും ട്രീറ്റ്മെന്റിന്റെ സമയത്ത് എന്ത് വന്നാലും ഞാനാണ് അതിന്റെ ഉത്തരവാദി. എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ് അമല എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവളുടെ കുട്ടിയുടെ അനുഭവം വെച്ചാണ് എന്നോട് പറയുന്നത്. അവൾ പറഞ്ഞ ദിവസം തന്നെ ഞാൻ സാറിനെ വിളിക്കുവാണ്. വിളിച്ചിട്ട് ഒരു ഫെബ്രുവരിയിലാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ സാറെ ഇങ്ങനെ ചേർത്തലയിലുള്ള കുട്ടി പറഞ്ഞിട്ട് വിളിച്ചതാണ്, എൻ്റെ മോൻ്റെ ഇങ്ങനെ ഒരു കണ്ടീഷനാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വാട്സപ്പിൽ അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് ഇട്ടതാ, എന്നിട്ട് അവൻ്റെ കണ്ടീഷൻ എന്താണെന്നൊന്ന് വോയിസ് ചെയ്യാൻ പറഞ്ഞു. അതിന് ഞാൻ വാട്സപ്പിൽ സാറിന് ഇട്ടു. സാർ അത് കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ എന്നെ തിരികെ വിളിക്കുവാണ്. നമുക്ക് നോക്കാം ചേച്ചി, കുഞ്ഞിനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. സാറിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല റിലാക്സ് ആകും. അത് ഒരാൾ പോലും നമ്മളോട് പോസിറ്റീവായിട്ട് ഇന്ന് വരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷെ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് നമ്മളെ ഫുള്ള് നമ്മൾക്കൊരു മൈൻഡ് റിലാക്സ് ആകുന്ന രീതിയിൽ തന്നെ അത്രയും സന്തോഷത്തോടുകൂടി തന്നെ സാർ സംസാരിക്കുള്ളൂ നമ്മളോട്. സാറിനോട് സംസാരിക്കുമ്പോൾ എന്നും ഹാപ്പി തന്നെയാണ്. ചിരിച്ച മുഖത്തോടുകൂടെ സാറിനെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുള്ളൂ. സാറിനെ പോലെ തന്നെ സാറിൻ്റെ സ്റ്റാഫും നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ, നമുക്കൊരു വീട്ടിലേക്ക് വന്ന ഒരു പ്രതീതി തന്നെ. ചില സമയത്തൊക്കെ നമ്മൾ ചെറിയൊരു ഇമോഷണൽ സ്റ്റേജിലൊക്കെ ആകും, പക്ഷെ അതെല്ലാം മാറ്റി ഭയങ്കര കൂളായിട്ടാണ് എല്ലാവരും സംസാരിക്കും.